ഓക്കെ, അനാമികനെ ക്ഷണിക്കുകയാണ് NSS സോങ്ങിന് വേണ്ടിയിട്ട്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഓക്കെ, താങ്ക് യു അനാമിക. അടുത്തതായി സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് ദിൽഷാനെ ക്ഷണിക്കുന്നു. Good evening all. Thank you to each and everyone. മനസ്സ് നന്നാവട്ടെ. Sorry. Good evening all. Thank you to each and every one of you for being here with us today. It's my pleasure to welcome our Sadiq sir, Shigil sir, who is the Training and Development Manager of Renault, joining with us today. Once again, I welcome to. അപ്പോൾ നമുക്ക് തുടങ്ങാമോ? ലാസ്റ്റ് എന്താ പറഞ്ഞു? ഓക്കെ പ്ലീസ്. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്ന എന്റെ ക്ലാസ്മേറ്റിന്റെ കൂടെയാണ്. അപ്പോ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിജീവിയും കൂടിയാണ് യൂനുസ് സാറ്. അപ്പൊ നമ്മളെ ക്ലാസ്സിലൊക്കെ മെയിൻ ആദ്യം ഡൗട്ട് ചോദിക്കല് യൂനുസും പിന്നെ അതുപോലെ തന്നെ സൂരജും ആയിരുന്നു. അപ്പൊ നമുക്കൊന്നും എണീക്കാൻ അവസരം ഉണ്ടാവില്ല, ഇവര് തന്നെ അങ്ങോട്ട് ക്ലാസ് ഡീൽ ചെയ്തു. അപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ട്രെയിനിങ് നൽകുന്ന യൂനുസ് സാറ് ഏകദേശം 15 വർഷത്തോളമായി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എല്ലാം തന്നെ കുറെ കൂടുതൽ പഠിക്കാനുണ്ട്. അത് കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയുന്നില്ല. അപ്പൊ താങ്ക്സ്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂനുസ് സാറെ ക്ഷണിച്ചു കൊടുക്കും. താങ്ക് യു വെരി മച്ച് സാദിഖ് സാർ. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാവർക്കും, അനാമിക, പിന്നെ ആരായിരുന്നു, ദിൽഷ, അതായിരുന്നു എല്ലാവർക്കും. ഓക്കെ, പിന്നെ ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ താങ്ക് യു പറയാണ്. എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ട് നമ്മൾ ഓഫ് ആക്കുന്നുണ്ടാവും. അല്ലാതെ നമ്മളെ ഒരു മടി പിടിച്ചിട്ട് ഞാനിപ്പോ കിടന്നുറങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ പിന്നെ സാദിഖ് സാറുടെ അതേ ബാച്ചിലായിരുന്നു. ആ ബാച്ചില് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. ഓക്കെ, ഞാൻ പിന്നെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, പിന്നെ സെക്കൻഡ് അന്നത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നുണ്ട്. പിന്നെ ആരായിരുന്നു സാദിഖ് സാർ? നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഷറഫുദ്ദീൻ. പിന്നെ അതെ. പക്ഷെ ഞങ്ങൾക്കൊരു അമളി പറ്റി. ഞങ്ങൾ രണ്ടാമത് കൂടി എന്ത് ചെയ്തു കഴിഞ്ഞാല് ആ സമയത്ത് അവിൽ മിൽക്ക് കുടിക്കാൻ പോയി. ഇത് സമ്മാനം കൊടുക്കുന്ന സമയത്ത്
ജസ്റ്റ് ഞങ്ങൾ വിളിക്കുമല്ലോ, അതിന് മുമ്പൊന്ന് പുറത്തു പോയി ഇറങ്ങാന്ന് വെച്ച് പോയി വന്നപ്പോഴേക്കും ഇവിടെ സമ്മാനദാനം കഴിഞ്ഞിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഫോട്ടോ എവിടെയും കാണില്ല. പിന്നെ ഞങ്ങള് പ്രിൻസിപ്പൾ റൂമിൽ പോയിട്ടാണ് നിങ്ങൾ കപ്പൊക്കെ വാങ്ങുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ രസം. പിന്നെ ഇതിൽ നമ്മളൊക്കെ ജോലിക്കുള്ള നെട്ടോട്ടാണ്. പിന്നെ അവിടെ റാങ്ക് ഹോൾഡർ ഇല്ല, ലാസ്റ്റ് സ്റ്റുഡന്റ് ഇല്ല, ഫസ്റ്റ് സ്റ്റുഡന്റ് ഇല്ല, എല്ലാവർക്കും ഒരുപോലെ. അവിടെ നമ്മൾ റാങ്ക് ഹോൾഡർ ആയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അന്ന് ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ കിട്ടുന്ന സന്തോഷം എന്നല്ലാതെ വേറെ എവിടെയും ഒരു കാര്യമില്ല എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. നിങ്ങള് അത് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് പഠനം ബാക്കോട്ട് വെക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. വാട്ട് എവർ യു ഗെറ്റ്, എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും അത് വലുതാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് വലിയൊരു ലോകത്തിലേക്ക് ചാടാനുള്ളതാണ്. നമ്മളിപ്പം ചെറിയൊരു JDT എന്നൊരു ചെറിയൊരു ലോകത്ത് നിന്ന് വലിയ വിശാലമായ ലോകത്തിലേക്ക് ചാടുന്നത്. അത് ചിലപ്പോൾ യൂറോപ്പിൽ പോകും, ചില ആൾക്കാര് പിന്നെ മിഡിൽ ഈസ്റ്റിലായിരിക്കാം, ചില ആൾക്കാർ ഇന്ത്യയിൽ തന്നെ. ഇപ്പൊ സാദിഖ് സാറെ കണ്ടില്ല, ഇപ്പൊ ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ എന്നെങ്ങാട്ട് ഉയരത്തില് പറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പല മേഖലയിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ചെറിയ ടിപ്സ് ആണ്, പക്ഷെ അത് 4 ആഴ്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് സാദിഖ് സാറോട് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരു ക്ലാസ് കിട്ടിയതുകൊണ്ട് ഒന്നും ആവില്ല. അതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എക്സലിന്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്റെ ഒരു കരിയർ പാത്തും കൂടി ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ പിന്നീട് പോയതെന്ന്. പിന്നീട് ഞാൻ ഇവിടെ കുറച്ചൊക്കെ നമ്മൾ എന്താ പറയാ കരിയോയിലും ഒക്കെ ആയിട്ട് മൽപ്പിടത്ത് നടത്തി. ഏതൊക്കെ നമ്മള് എന്താ പറയാ ആശാന്മാരുണ്ടാവും, ആശാന്മാർ ഓരോന്ന് തരും, പോടാ ഈ കരിയോയിൽ പോയി കൊണ്ടുപോകണോ വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രക്കും താഴ്ത്തിയിട്ട് തന്നെയാണ് നമ്മളെ അവര് ഡീൽ ചെയ്യുക. എന്നാൽ അപ്പോഴേക്കാരം ഒന്ന് ഫീലർ ഗേജ് പിടിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്പാനറിന്റെ നെട്ട് മുറിക്കാനൊക്കെ നമുക്ക് സന്ദർഭം തരുള്ളൂ. അങ്ങനെ ആണ് ഞാൻ ഇവിടെ നാട്ടിൽ ഒരു 1-2 വർഷം പഠിച്ചു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, സൗദിയിലോട്ട് പോയി. ഞാൻ സൗദിയിലോട്ട് പോയി. സൗദിയിൽ പോയിട്ട് ഫസ്റ്റ് പണി എന്താണെന്ന് അറിയാം, കാർ വാഷിംഗ്. അങ്ങനെ കാർ അങ്ങനെ വാഷ് ചെയ്യുക. അതില് വലിയ ട്രക്കൊക്കെ ഉണ്ടാവും. ട്രക്ക് എങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീസ് അടിക്കണം അതിന്റെ ഓരോ പോയിന്റിലും. താഴെ ഓവറോൾ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവിടെയൊക്കെ ഗ്രീസ് ആയിരിക്കും. അങ്ങനെ ഗ്രീസൊക്കെ കൊണ്ട് പിന്നീടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഈ നോളജ് അപ്പോഴാണ് ഇവർ പുറത്തേക്ക് കാണുള്ളൂ. നമ്മൾ പോളിടെക്നിക്കിൽ പഠിച്ച നോളജ് മെല്ലെ മെല്ലെ പുറത്തേക്ക് കാണും. അത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം എവിടെയെങ്കിലും കിട്ടുന്ന അവസരത്തിൽ. പാരലായിട്ട് ഞാൻ എന്ത് ചെയ്ത് BC, കാരണം പിന്നെ പോളിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ സബ്ജക്ട് ഉണ്ടാവില്ല, പ്രോഗ്രാമിംഗ് സബ്ജക്ട്. QBasic ആണോ സാദിഖ് സാർ ഇപ്പൊ അവർ പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് സബ്ജക്ട്? QBasic തന്നെയാണ് അല്ലെ? ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് അല്ലേ? കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്ട് ഉണ്ടല്ലോ, QBasic പ്രോഗ്രാമിംഗ്. ആർക്കെങ്കിലും അറിയാം? അറിയുന്ന ആൾക്കാർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉണ്ട്, ഫണ്ടമെന്റൽസ് അല്ലേ? അതിന്റെ ഞാൻ അത് പഠിച്ചപ്പോ അന്ന് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ മാത്രം ചെയ്തിരുന്നു, ബാക്കി എല്ലാവരും. പിന്നെ ജിനൂബ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായി, അവന് ട്രാൻസ്ഫർ ആയി. പിന്നെ എല്ലാവർക്കും ഒരു പബ്ലിക്കായിട്ട് ഫുൾ അങ്ങ് കോപ്പി ചെയ്തു. ഓക്കെ, അപ്പൊ അന്നാണ് എനിക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, BCA എന്നുള്ള ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു കോഴ്സ് കൂടി ഞാൻ എടുത്തത്. ഡിഗ്രി കോഴ്സാണ്. കാരണം എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള അതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ കാരണം. അപ്പൊ ആർക്കെങ്കിലും ഈ QBasic അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാ നിങ്ങൾ പഠിക്കണമെന്ന് അറിയില്ല, അതിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ജോലിയുടെ കൂടെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം. അണ്ണാമല യൂണിവേഴ്സിറ്റി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നുമില്ല, എനിക്ക് അതിനൊരു ഇഷ്ടം കൊണ്ട് അത്രേ ഉള്ളൂ. വേറെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും ശരി, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡിഗ്രി കോഴ്സ് BCA എടുക്കണം എന്ന് ഞാൻ എന്റെ ഒരു സജഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് തള്ളിയിട്ട് ശരിക്കും BTechന് പോവാം. BTechന് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ കിട്ടും, അങ്ങനെയും നിങ്ങൾക്ക് പോവാം, അതും നോ ഇഷ്യൂ. പക്ഷെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സൽ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, അതിലൊക്കെ ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്റെ സ്ക്രീൻ